ശ്രീ സേനാപതി വേണു, അവസാനമായി ഇവിടെ CPM കൂടുതൽ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സമീപനവും ഇത് തന്നെയാണ് എന്നാണ് ആരോപണം. ഒരു മിനിറ്റ്. അല്ല, നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോൾ ഭരണത്തിൽ നിന്ന് കേരളത്തിൽ മാറിയിട്ട് 8.5 വർഷമായി. നമ്മൾ കാണുന്നത് ഈ സമീപകാലത്തല്ലേ ഈ സഹകരണ മേഖലയെ ഇതുപോലെ CPM കറവപ്പശുവാക്കി മാറ്റിക്കൊണ്ട് ഇവരുടെ ആളുകൾക്ക് ധനസമ്പാദനം. രോഹിണി അറിയണം, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം CPM കുറെ ആളുകളെ നിയമിച്ചിരിക്കുന്നു. ബാങ്കിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ബാങ്കിലെ കളക്ഷൻ ഏജൻസ്, ഇവരെല്ലാം CPMന് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവേറായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇവരാരും ഒരു ബാങ്കിലും എവിടെയെങ്കിലും ബാങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഈ സെക്യൂരിറ്റി ആളുകളെ സഹകരണ ബാങ്കിൽ കാണാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾ ബഹുഭൂരിപക്ഷം ഇരിക്കുന്നത് പട്ടണങ്ങളുടെ നടുവിൽ, അവിടെ അങ്ങനെ പ്രത്യേക സെക്യൂരിറ്റി ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമായി ആളുകളെ നിയമിച്ച് ഈ സഹകരണ മേഖലയെ വല്ലാത്ത രീതിയിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊള്ളയടിയുടെ പരിണിത ഫലമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അനാരോഗ്യകരമായ പ്രവണത ഇത് സഹകരണ മേഖലയെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ബലദേവാനന്ദ് പറഞ്ഞ പോലെ ഓടിച്ചെന്ന് നമുക്കൊരു 25,000 രൂപ 10,000 രൂപ മനുഷ്യന് എടുക്കണമെങ്കിൽ സഹകരണ ബാങ്കുകൾ വേണം. പക്ഷേ ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ആളുകൾ ഭയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഡിപ്പോസിറ്റുകൾ ഇട്ടിരിക്കുന്ന ആളുകളെല്ലാം എന്നും ബാങ്കുകളിൽ ചെല്ലുക. പല ബാങ്കുകൾക്കും കൊടുക്കാൻ കഴിയുന്നില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇതുണ്ടാക്കിയത് കേരളത്തിൽ CPM ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇനി അത് തന്നെയാണ്. സാധാരണക്കാരന്റെ വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ശ്രീ സേനാപതി വേണു.